മനോജിലേക്ക്. മനോജ്, ഈ പൂരം നടക്കുന്ന സമയത്ത് അതിന്മേൽ വിവാദങ്ങളൊക്കെയും ഉണ്ടാകുന്ന നേരത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ആളാണ് മനോജ്. അന്നു കണ്ടത് എന്താണ്? ഇപ്പോൾ കേൾക്കുന്നതുമായി അതിനെത്ര ബന്ധമുണ്ട്? കൃഷ്ണരാജ്, ഈ പൂരം വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പൂരത്തിന്റെ അന്ന് മാത്രമല്ല പ്രശ്നങ്ങളുടെ തുടക്കം. അതായത് ഈ പൂരം പ്രദർശനം നടത്തുന്നത് ഇരു ദേവസ്വങ്ങളും ചേർന്നാണ്. അതിന്റെ തറവാടകയെ ചൊല്ലി നേരത്തെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ ഇരു ദേവസ്വങ്ങൾക്കും സമ്മർദ്ദം നൽകിയിരുന്നു. അതിനുശേഷം ഈ പൂരം നടന്ന അന്ന് രാവിലെ മുതൽ പുലർച്ചെയാണ് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ്. അവിടെ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. പിന്നീട് ഓരോ ചടങ്ങുകളും അത് സമയക്രമങ്ങളിലും ഒക്കെ തന്നെ താളം തെറ്റുന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യം, പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. ഓരോ ചടങ്ങുകൾ നടക്കുമ്പോഴും ഈ ഇലങ്ങിത്തറ മേളമൊക്കെ നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങളൊക്കെ അവിടേക്ക് എത്തുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിൽ പോലീസ് സംഘം അങ്ങനെ നിന്നുകൊണ്ട് അവരെ കടത്തിവിടില്ല എന്ന് ആക്രോശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ഭാരവാഹികൾ അവിടെ എത്തുമ്പോൾ അവരെയും കടത്തിവിട്ടില്ല, കുടകൾ കൊണ്ടുവന്നു, കുട കടത്തിവിട്ടില്ല. അതെല്ലാം തന്നെ അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അവരെയൊക്കെ ആട്ടിപ്പായിക്കുന്ന ഒരു സമീപനമുണ്ടായി. അതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ഈ മടത്തിൽ വരവ് ചടങ്ങ് നടക്കുന്ന സമയം, അതായത് പുലർച്ചെയാണ് ഈ വെടിക്കെട്ട് നടക്കുന്നത്. അതിനു മുമ്പായി മടത്തിൽ വരവുണ്ട്. ആ മടത്തിൽ വരവ് ചടങ്ങ് നടക്കുന്ന സമയം അവിടേക്ക് ഈ ക്ഷേത്ര ഭാരവാഹികളും ദേവസ്വം ഭാരവാഹികളും ഒക്കെ എത്തുന്ന സമയത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് എല്ലാ റോഡുകളും, അതായത് ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ റോഡുകളും ബാരിക്കേഡ് വെച്ച് അടച്ചു. അതിനുശേഷം ഈ ദേവസ്വം ഭാരവാഹികളെ പോലും ചടങ്ങിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരുമായി പിന്നീട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അതിനുശേഷമാണ് എല്ലാ ചടങ്ങുകളിലും ഈ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ഭാരവാഹികളും അത് തിരിച്ച് ഒരു പ്രതിഷേധം അറിയിച്ചത്. തുടർന്ന് ആ നടപ്പന്തലിലേക്ക് തന്നെ അവിടെ ആ ഒരു ദീപങ്ങളൊക്കെ തന്നെ അണച്ചുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് നടത്തുവാൻ ഏറെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇതിനൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഈ വെടിക്കെട്ട് നടക്കുന്ന ആ സ്ഥലത്തേക്ക് ആരെയും കയറ്റി വിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ ചുമതലക്കാരെ പോലും അങ്ങോട്ട് കടത്തിവിട്ടില്ല. അതോടൊപ്പം തന്നെ വൈകിട്ട് ഈ വടക്കുനാഥ ക്ഷേത്രത്തിലെ അവിടെ ഒരു വിളക്കുമാടമുണ്ട്. ആ വിളക്കുമാടത്തിലേക്ക് വിളക്ക് തെളിയിക്കാൻ വന്ന ആളെ പോലും പോലീസ് മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായി തന്നെ ആ പൂര ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു ഭാഗത്ത് പോലീസാണ്, അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് വൈകിട്ടൊരു ചർച്ചയിലേക്ക് നീങ്ങിയത്. അതിനുശേഷം ഈ വെടിക്കെട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് ഏറെ വൈകി ആണ് പിന്നീട് പുലർച്ചെയാണ് ഇതിന് തീരുമാനമാകുന്നത് എന്നുള്ള കാര്യമാണ്. പിന്നീട് രാത്രി വർണ്ണാഭമായി അവിടെ നടക്കേണ്ട വെടിക്കെട്ട് രാവിലെയാണ് നടക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ തന്നെ ഒരു വലിയ സംഘം പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ, അതായത് പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ അലങ്കോലപ്പെടുത്തിയതാണ് എന്ന് നമുക്ക് ഇതിലെ ഓരോ ചടങ്ങുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാകും. എന്തായാലും അല്ല മനോജ്, ഈ വെടിക്കെട്ടോടെയാണ് പൂരം ശരിക്കും കൊടിയിറങ്ങുന്നത്. പകൽപൂരമൊക്കെ മാറ്റിവെക്കൂ. ഈ വെടിക്കെട്ടോടുകൂടി പൂരത്തിന് കൊടിയിറങ്ങുന്നു. വെടിക്കെട്ടാണ് വൈകിയത്. അത് വൈകിയതിന് പിന്നിലാണല്ലോ ഈ അലങ്കോലങ്ങളൊക്കെയും വരുന്നത്. അപ്പോൾ ദേവസ്വം പ്രസിഡന്റ്, കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് പറയാതെ പറയുന്നുണ്ട് വെടിക്കെട്ട് വൈകി, അതിന് പിന്നിൽ പലതും കലങ്ങിയിട്ടുണ്ട് എന്ന്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മടത്തിൽ വരവ് കഴിഞ്ഞ ശേഷം ഈ വെടിക്കെട്ട് നടക്കേണ്ടത് പുലർച്ചെയാണ്. പക്ഷേ ആ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ആളുകളെ, അതിന്റെ ചുമതലപ്പെട്ട ആളുകളെ പോലും കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തിരുവമ്പാടി ദേവസ്വം അക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ പലതരത്തിലും, അതായത് ജനപ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ആ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് രാവിലെയോടുകൂടി ഈ വെടിക്കെട്ട് നടക്കുന്നത്. പിന്നീട് പകൽപൂരം അടക്കം സമയം തെറ്റിയാണ് നടന്നത്. ഇതിലൊക്കെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് പോലെ ഈ ഒരു വെടിക്കെട്ടിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ഈ ഓരോ ചടങ്ങുകളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും വൈകിട്ട് നടന്ന ഈ ഇത്തരത്തിലൊരു ഇടപെടൽ, പോലീസിന്റെ ഇടപെടൽ, അത് വലിയ തരത്തിലാണ് ഈ അവിടെ എത്തിയ പൂരപ്രേമികൾക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഈ റോഡുകളിലേക്ക് പോലും പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിന്നു.
എന്തായാലും അതിനുശേഷം ഈ വെടിക്കെട്ട് നടന്ന സമയം നമുക്കറിയാം. ഏറെ കാത്തിരുന്ന അവിടെ മണിക്കൂറുകളോളം പൂരപ്രേമികൾ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഈ വെടിക്കെട്ട് എപ്പോൾ നടക്കുമെന്നറിയാൻ. എന്തായാലും അത് രാവിലെ കൂടിയാണ് നടന്നത്. പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് മണിക്കൂറുകൾ താമസിച്ച് നടക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ആരാണ് എന്നുള്ള കാര്യം അത് ഇരു ദേവസ്വങ്ങളും ആവശ്യപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഒരു ഈ ചടങ്ങിന് ഭംഗം വരുത്തുന്ന രീതിയിലേക്ക് പോലീസ് പെരുമാറുന്നു. ഞാൻ മനോജിലേക്ക് വരാം.